ഹായ് എവ്രി വൺ, വെൽക്കം ടു ഷാപ്സ് ഓൺലൈൻ. വെക്കേഷനായിട്ട് കുട്ടികളൊക്കെ വീട്ടിലിരിക്കുന്ന സമയമാണ്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മളത് ഇംഗ്ലീഷിലാണ് കൺവേഴ്സ് ചെയ്യണമെങ്കിൽ ദിൽ റിമെമ്പർ ദ സെയിം തിങ് ആൻഡ് ദിൽ റിപ്പീറ്റ് ഇറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കോൺവെർസേഷൻസ് അല്ലെങ്കിൽ അവരുമായിട്ട് കൺവേഴ്സ് ചെയ്യാവുന്ന കുറച്ച് ഫ്രേസസ് ആണ് നമ്മളിന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വീട് അടിച്ച് വൃത്തിയാക്കുക അല്ലെങ്കിൽ വീട് തൂത്ത് കളയുക എന്നൊക്കെ പറയും. പല സ്ഥലത്ത് പല രീതിയിലായിരിക്കും പറയുന്നത്. അടിച്ചു വാരുക, വൃത്തിയാക്കുക, തൂത്ത് കളയുക എന്നൊക്കെ പറയും. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് സ്വീപ്പ് ദി ഫ്ലോർ എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുട്ടികളോട് പറയുകയാണ്, നീ ഒന്ന് അടിച്ച് വൃത്തിയാക്കി തരാമോ എന്നെങ്ങനെ ചോദിക്കും? കെൻ യു പ്ലീസ് സ്വീപ്പ് ദി ഫ്ലോർ? കെൻ യു പ്ലീസ് സ്വീപ്പ് ദി ഫ്ലോർ? ഓക്കെ, ഇനി ഞാൻ അടിച്ചു വാരുകയാണ് അല്ലെങ്കിൽ ഞാൻ അടിച്ച് വൃത്തിയാക്കുകയാണ് എന്നെങ്ങനെ പറയും? ഐ ആം സ്വീപ്പിംഗ് ദി ഫ്ലോർ. ഐ ആം സ്വീപ്പിംഗ് ദി ഫ്ലോർ. ഐ ആം സ്വീപ്പിംഗ് ദി ഫ്ലോർ. ഇനി നമ്മൾ തുണി നനച്ച് തുടക്കുകയാണെങ്കിലോ അത് മോപ്പ് ദ ഫ്ലോർ ആണ്. ഓക്കെ, ഐ ആം മോപ്പിംഗ് ദി ഫ്ലോർ. ഐ മോപ്പ് ദ ഫ്ലോർ. ഐ എം മോപ്പിംഗ് ദി ഫ്ലോർ. ഞാൻ തുടച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ടാണ് നമ്മൾ ING ഫോം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കുട്ടികളോട് പറയുകയാണ്, നമ്മൾ ഒന്ന് തുടച്ചു തരാമോ എന്നെങ്ങനെ ചോദിക്കും? കെൻ യു പ്ലീസ് മോപ്പ് ദി ഫ്ലോർ എന്നാണ് ചോദിക്കുക. ഓക്കെ, ഇനി നമ്മളുടെ ഫേർണിച്ചറിലൊക്കെ ഉള്ള പൊടിയൊക്കെ തട്ടിക്കളയാനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡസ്റ്റ് ദി ഫേർണിച്ചർ. കെൻ യു പ്ലീസ് ഡസ്റ്റ് ദി ഫേർണിച്ചർ. എങ്ങനെയാണ് പറയുക? ഡസ്റ്റ് ദി ഫേർണിച്ചർ എന്നാണ് പറയുക. ഓക്കെ, ഇനി വീട്ടിലെ പാത്രങ്ങൾ കഴുകുക എങ്ങനെയാണ് പറയുക? പലപ്പോഴും എല്ലാവരും വാഷ് ദ ഡിഷസ് എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. ദ കറക്റ്റ് വൺ ഈസ് ഡു ദി ഡിഷസ്. ഓക്കെ, ഞാൻ പാത്രം കഴുകുകയാണ് എന്നെങ്ങനെ പറയും? ഐ എം ഡൂയിങ് ദി ഡിഷസ്. ഐ എം ഡൂയിങ് ദി ഡിഷസ്. ഓക്കെ, ഇനി കുട്ടികളോട് പറയുമ്പോൾ നമുക്ക് നീ ആ പാത്രം ഒന്ന് കഴുകി വയ്ക്കാവോ എന്നെങ്ങനെ ചോദിക്കും? കെൻ യു പ്ലീസ് ഡു ദി ഡിഷസ്? കെൻ യു പ്ലീസ് ഡു ദി ഡിഷസ്? ഓക്കെ, ഇനി തുണി അലക്കുക അതിന് പറയുന്നതാണ് ഡു ദി ലോണ്ട്രി എന്നാണ് പറയുക. ഡു ദി ലോണ്ട്രി. ഓക്കെ, ഞാൻ അലക്കുകയാണെന്ന് എങ്ങനെ പറയും? ഐ എം ഡൂയിങ് ദി ലോണ്ട്രി എന്നാണ് പറയുക. ഇനി നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ തുണികളൊക്കെ നമ്മൾ ഉണക്കാൻ വേണ്ടി ഇടും അല്ലേ, അതിന് പറയുന്നതാണ് ഹാങ് ദി ക്ലോത്ത്സ് ടു ഡ്രൈ. ഹാങ് ദ ക്ലോത്ത്സ് ടു ഡ്രൈ എന്നാണ് പറയുക, തുണി ഉണക്കാനിടുന്നതിന്. ഇനി ഈ തുണി ഉണക്കി നമ്മൾ വീട്ടിൽ എടുത്തു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മടക്കി വെക്കുക എന്നുള്ളതൊരു വലിയ ചടങ്ങാണ് അല്ലേ, പലപ്പോഴും പല വീട്ടിലും ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് അത് പറയുക? മടക്കി വെക്കുക, തുണികൾ മടക്കി വെക്കുക എന്ന് പറയുന്നത് ഫോൾഡ് ദി ക്ലോത്ത്സ്. കെൻ യു പ്ലീസ് ഫോൾഡ് ദി ക്ലോത്ത്സ്? ഒന്ന് തുണി മടക്കി വെക്കാവോ എന്ന് കുട്ടികളോട് ചോദിക്കാനായിട്ട് കെൻ യു പ്ലീസ് ഫോൾഡ് ദി ക്ലോത്ത്സ് എന്ന് പറയുക. ഓക്കെ, ഇനി ഇതുപോലെ നമുക്ക് പറയാവുന്നതാണ് ബെഡ്ഷീറ്റ് വിരിച്ചിടുക. പലപ്പോഴും കിടക്കാൻ നേരത്ത് ബെഡൊക്കെ നമ്മൾ കുടഞ്ഞ് വിരിക്കാറുണ്ട് അല്ലേ, അതിന് പറയുന്നതാണ് മേക്ക് ദി ബെഡ് എന്നാണ് പറയുക. ഓക്കെ, മേക്ക് ദി ബെഡ് എന്നാണ് പറയുക. അപ്പോൾ കുട്ടികളോട് പറയാൻ നമുക്ക് കെൻ യു പ്ലീസ് മേക്ക് ദ ബെഡ്? കെൻ യു പ്ലീസ് മേക്ക് ദ ബെഡ്? ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ചിടാവോ എന്ന് ചോദിക്കാനായിട്ട് കെൻ യു പ്ലീസ് മേക്ക് ദ ബെഡ് എന്ന് പറയാം. വീട്ടിലെ വേസ്റ്റൊക്കെ എടുത്ത് പുറത്ത് കളയാനായിട്ട് നമ്മൾ പറയേണ്ടത് ടേക്ക് ഔട്ട് ദി ട്രാഷ് എന്നാണ്. ഓക്കെ, ടേക്ക് ഔട്ട് ദി ട്രാഷ്. കുട്ടികളോട് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? കെൻ യു പ്ലീസ് ടേക്ക് ഔട്ട് ദി ട്രാഷ്? കെൻ യു പ്ലീസ് ടേക്ക് ഔട്ട് ദി ട്രാഷ്? സോ ഇതൊക്കെ നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കുട്ടികളോട് പറയുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ വെക്കേഷനായിട്ട് വെൻ യു സ്റ്റാർട്ട് കൺവേഴ്സിങ് വിത്ത് ദം ഇൻ ഇംഗ്ലീഷ്, ഡെഫിനറ്റ്ലി ദേ വിൽ സ്റ്റാർട്ട് ലേണിംഗ് ഇറ്റ്. ഹാവ് എ ഹാപ്പി ലേണിംഗ്. താങ്ക് യു.